ഇറാന്റെ സൈനിക ശേഷിയെക്കുറിച്ചും യുദ്ധം തുടങ്ങേണ്ടി വന്നതിനെക്കുറിച്ചും ട്രംപ് പലതരം ന്യായീകരണങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആക്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ഇറാൻ യുഎസിനെ ആക്രമിക്കാൻ കഴിയുന്ന ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിക്കുമായിരുന്നു എന്നതാണ് അതിലൊന്ന്. മാത്രമല്ല, യുഎസിനെ ആക്രമിക്കാൻ ഇറാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും പശ്ചിമേഷ്യ നിയന്ത്രിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ഇതൊക്കെ യുഎസ് രഹസ്യാന്വേഷണ വിഭാഗം പോലും പിന്തുണയ്ക്കാത്ത കാര്യങ്ങളാണ്. യുദ്ധം തുടങ്ങി 3 ദിവസങ്ങൾക്കിപ്പുറം യുദ്ധം ഏകദേശം അവസാനിച്ചെന്ന മട്ടിലും ട്രംപ് സംസാരിച്ചിരുന്നു. ഖമേനി ഉൾപ്പെടെ പ്രധാന ഭരണ സൈനിക നേതൃത്വത്തെ വധിച്ചതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. എന്നാൽ ഞങ്ങൾ യുദ്ധം തുടങ്ങിയിരിക്കുന്നു എന്നാണ് യുഎസ് പ്രതിരോധ വകുപ്പ് അന്ന് എക്സിൽ കുറിച്ചത്. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും യുദ്ധം ഇപ്പോഴാണ് തുടങ്ങുന്നത് എന്നാണ് മാധ്യമങ്ങളോടും പ്രതികരിച്ചത്. ഇതോടെ ട്രംപ് അഭിപ്രായം മാറ്റി. പല രീതിയിൽ നാം ജയിച്ചു കഴിഞ്ഞു, പക്ഷേ മതിയായ തരത്തിൽ യുദ്ധം ജയിക്കാനായിട്ടില്ല. ദീർഘകാല ഭീഷണി എന്ന നിലയിൽ അത് ഒരിക്കലും തിരിച്ചു വരാത്ത വിധം അവസാനിപ്പിക്കാനും അന്തിമ വിജയം നേടാനും കൂടുതൽ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകുന്നു എന്നായി ട്രംപ്. നിമിഷങ്ങൾക്കിപ്പുറം ശത്രുവിനെ പൂർണ്ണമായി തോൽപ്പിക്കുന്നതുവരെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് വാക്കുകൾ തിരുത്തി. ഇറാന്റെ സൈനിക ശേഷിയെക്കുറിച്ചും ട്രംപ് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പ്രസ്താവിച്ചത്. ഇറാൻ ഇനി തിരിച്ചടിക്കാനാവില്ലെന്നും അതിനുള്ള ശേഷിയില്ലെന്നുമായിരുന്നു യുദ്ധം തുടങ്ങിയ ശേഷമുള്ള പ്രതികരണം. ഇറാന് നാവികസേനയില്ല, അവർക്ക് ആശയവിനിമയ സംവിധാനങ്ങളില്ല, വ്യോമസേനയില്ല എന്നൊക്കെയാണ് ട്രംപ് പ്രസ്താവിച്ചത്. ആക്രമണം നടത്താൻ ആവശ്യമായ സംവിധാനങ്ങളെല്ലാം ഇതിനോടകം വെടിവെച്ചിട്ടു. റഡാറില്ല, ടെലികമ്മ്യൂണിക്കേഷൻ ഇല്ല, സൈന്യത്തിന് വേണ്ട ഒന്നുമില്ല എന്ന് വീമ്പറഞ്ഞ ട്രംപ് പിന്നീട് അത് തിരുത്തി. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായി ഇല്ലാതായിട്ടില്ല, എന്നാൽ കുറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു തിരുത്ത്. അപ്പോഴേക്കും ഗൾഫ് മേഖലയിലെ യുഎസ് സൈനിക ക്യാമ്പുകളിലേക്ക് ഇറാൻ ആക്രമണം തുടങ്ങിയിരുന്നു. ഇറാനിലെ ഭരണമാറ്റത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ അവകാശവാദവും അങ്ങനെ തന്നെയായിരുന്നു. ഇറാന് നേതൃത്വത്തെ നഷ്ടമായി, ഭരണ നേതൃത്വവും സൈനിക നേതൃത്വവും ഇല്ലാതായി. പകരം അവർ പറയുന്ന പേരുകളൊന്നും ആരും കേൾക്കാത്തതാണ്. ഇതോടെ എല്ലാം തീർന്നു എന്ന തരത്തിലായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. എന്നാൽ ഖമേനിക്ക് പകരം മകൻ മൊജ്തബ ഖമേനി ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി എത്തി. ഇതോടെ ട്രംപ് അടവ് മാറ്റി. ഈയൊരു തെരഞ്ഞെടുപ്പ് ഇറാനിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ട്രംപ് പറഞ്ഞു. ഭരണമാറ്റം, ആണവായുധ നശീകരണം എന്നിങ്ങനെ വാദങ്ങളെല്ലാം പൊള്ളിയടർന്നാണ് ട്രംപിന്റെ നിൽപ്പ്. ട്രംപിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇനി ആരെ കൊന്നിട്ടാണ് യുദ്ധം തീർക്കുക? ഖമേനി പോയപ്പോൾ മകൻ മൊജ്തബ വന്നു, മൊജ്തബയും വധിച്ചാൽ മറ്റൊരാൾ, അതങ്ങനെ തുടരും. അതിനപ്പുറം എന്ത് ചെയ്തിട്ടാണ് യുദ്ധം അവസാനിപ്പിക്കുക?